സോളാറിൻ്റെ പ്രൊഡക്ഷൻ നമ്മൾ ആപ്പ് വഴി ചെക്ക് ചെയ്ത് നോക്കുകയാണ്. നിലവിൽ ഇന്നത്തെ പ്രൊഡക്ഷൻ വന്നിരിക്കുന്നത് 23.5 യൂണിറ്റാണ്. ഇത് നവംബർ 1 തീയതിയുള്ള പ്രൊഡക്ഷനാണ്. ഇതിൻ്റെ ഡേറ്റ് കണ്ടിട്ടുണ്ട് 11 മാസം 2025 1 തീയതിയാണ്. താഴെ കാണിക്കുന്ന ഡേറ്റും ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്നത് പ്രൊഡക്ഷൻ ചെയ്ത യൂണിറ്റുമാണ്. ഇത് ഒക്ടോബർ മാസത്തെ ഫുൾ പ്രൊഡക്ഷനാണ്. അത് 1 തീയതി മുതൽ 31 തീയതി വരെ ഉള്ളത്. അതിൽ 6 തീയതി 23.2 യൂണിറ്റ് പ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ട്. അത് 31 തീയതി ആണെങ്കിൽ 21.9, 29 തീയതി 14.9. അതിൻ്റെ ഏറ്റവും പ്രൊഡക്ഷൻ കുറവ് ചെയ്തേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ 27 തീയതിയാണ്. 27 തീയതി 3.8 കിലോ യൂണിറ്റാണ് പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ളൂ. അത് നമുക്ക് മൊത്തം എത്രയാണെന്ന് നോക്കണമെങ്കിൽ ഇയർ എടുത്താൽ ഇയർ എടുക്കുമ്പോൾ നമുക്ക് ടോട്ടൽ ആ മാസത്തെ ഒക്ടോബർ മാസത്തെ പ്രൊഡക്ഷൻ അറിയാൻ പറ്റും. 10 മാസം 514 യൂണിറ്റ് പ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ട്. 9 മാസം 486, 8 മാസം ആണെങ്കിൽ 215 ഉള്ളൂ. അന്നാണ് നമ്മൾ വൈഫൈ കണക്ഷൻ എടുത്തത്. അതുകൊണ്ടാണ് അങ്ങനെ പ്രൊഡക്ഷൻ കുറവ് വരാൻ കാരണം. ഇപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ യൂണിറ്റ് നോക്കുകയാണെങ്കിൽ ഒരു 11 മണി ടൈമിൽ നോക്കുകയാണെങ്കിൽ 4.13 കിലോ യൂണിറ്റ് ഉണ്ട്. അത് 4000 വാട്ട്സാണ് പ്രൊഡക്ഷൻ നടക്കുന്നത്. അത് ഏകദേശം മാക്സിമം നല്ല വെയിലുണ്ടെങ്കിൽ 4000 വാട്ട്സ് നടന്നുണ്ട്. 4.2 ഉണ്ട്, അതായത് 4200 വാട്ട്സ് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ഇതിൻ്റെ അത് ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാൻ പറ്റും. അത് അത്യാവശ്യം പ്രൊഡക്ഷൻ ഉള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ 3.3ൻ്റെ ഇൻവെർട്ടറാണ്. അപ്പോൾ ശരിക്കും ഇത് സോളാർ പാനൽ വന്ന് 3900 വാട്ട്സിൻ്റെയാണ്. അത് മൊത്തം 3900 വാട്ട്സ് ഉള്ളൂ. അത് 7 പാനൽ 567 പാനൽ തന്നെ. പക്ഷെ പ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ 4000 വാട്ട്സിന് മേളിൽ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. നല്ല വെയിലുണ്ടെങ്കിൽ, അതായത് ഒരു 11 മണി മുതൽ 2 മണി വരെയുള്ള പീക്ക് ടൈമിൽ നല്ല അത്യാവശ്യം നല്ല പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവറേജ് നോക്കുകയാണെങ്കിൽ ഒരു 17 യൂണിറ്റിന് മേളിൽ ഒക്ടോബർ മാസം പ്രൊഡക്ഷൻ നടന്നിട്ടുണ്ട്. ഒക്ടോബർ മാസം അത്യാവശ്യം മഴയൊക്കെ ഉണ്ടായിരുന്നു വൈകിട്ട്. എന്നാൽ പോലും നമുക്ക് അത്യാവശ്യം ഒരു 17 യൂണിറ്റിന് മേളിലുണ്ട് പ്രൊഡക്ഷൻ നടന്നിട്ടുണ്ട്.